ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അതിർത്തിയിൽ ആക്രമണം ശക്തമാകുന്നു. ഇരു രാജ്യങ്ങളും ഇന്നലെ രാത്രി ആരംഭിച്ച വ്യോമാക്രമണവും ഷെല്ലിങ്ങും പുലർച്ചെയും തുടർന്നു. പൂഞ്ചിലും രജൌരിയിലും പാകിസ്ഥാൻ കനത്ത ഷെല്ലിംഗ് നടത്തി. ഷെല്ലാക്രമണത്തിൽ ഉറിയിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. അതേസമയം പാകിസ്ഥാനിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. ഇന്ത്യയുമായുള്ള സംഘർഷത്തിനൊപ്പം ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണങ്ങളും പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുന്നു എന്നത് അവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? അതുല്യ രാമേന്ദ്രൻ. ബനേഷ്, ഇന്നലെ രാത്രി ആരംഭിച്ച ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുലർച്ചെ നടന്നിരുന്ന ആക്രമണങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കനത്ത ഷെല്ലിങ്ങിന് ഒരു ചെറിയ മിതത്വം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് പാകിസ്ഥാൻ ആക്രമണം ആരംഭിച്ചത്. ഇന്ത്യയിലെ 15ഓളം സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആ ആക്രമണം. എന്നാൽ ഇന്ത്യൻ സൈന്യം വളരെ കൃത്യമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ ആ ആക്രമണ ശ്രമങ്ങളെ തടഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നത് വഴി ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തെ കൃത്യമായി പ്രതിരോധിക്കുകയും ചെയ്തു എന്നാണ് വിവരം. അതിനുശേഷം പാകിസ്ഥാന്റെ കനത്ത ഷെല്ലിങ്ങിൽ നിലവിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. അതല്ലാതെ മറ്റ് ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ജമ്മു കശ്മീരിന്റെ വടക്കൻ അതിർത്തിയിലും അതുപോലെ തന്നെ പൂഞ്ച്, രജൌരി തുടങ്ങിയ മേഖലകളിലുമാണ് ഷെല്ലിങ് കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. അവിടെ ഇന്ന് പുലർച്ചെ വരെയും നിർത്താതെ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. വളരെയധികം മണിക്കൂറുകൾ തുടർച്ചയായി സൈറണുകൾ മുഴങ്ങുകയും ആകാശം ഈ ഷെല്ലിങ്ങിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഡ്രോണുകളും മിസൈലുകളും അടക്കമുള്ളവയുടെ സാന്നിധ്യം കൊണ്ടും ആകാശം രാത്രി മുഴുവനും പ്രകാശത്താൽ നിറഞ്ഞിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിലെയും അതിർത്തി പ്രദേശങ്ങളിലെയും പൂഞ്ച, രജൌരി, കുപ്വാര, ബാരാമുള്ള, അഖ്നൂർ തുടങ്ങി അതിർത്തിയിൽ വരുന്ന ഗ്രാമങ്ങളിലെയും പ്രദേശങ്ങളിലെയും എല്ലാം തന്നെ ആളുകളെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ സൈറൺ മുഴങ്ങിയാൽ എന്ത് ചെയ്യണം എന്നതും സുരക്ഷാ ബങ്കറുകളിലേക്ക് എങ്ങനെ മാറണം, ഫലപ്രദമായി എത്രയും വേഗം എങ്ങനെ സുരക്ഷാ ബങ്കറുകളിലേക്ക് മാറണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ അറിയിച്ചിരുന്നതിനാൽ ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ പറയുന്ന പ്രദേശങ്ങളിലെ എല്ലാ ആളുകളും സുരക്ഷാ ബങ്കറുകളിൽ എത്തിയിരുന്നു. ഉറിയിൽ മാത്രമാണ് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജമ്മു കശ്മീരിൽ മാത്രമല്ല, പഞ്ചാബിൻ്റെയും രാജസ്ഥാൻ്റെയും അതിർത്തി പ്രദേശങ്ങളിലും അമൃത്സർ, നൌഷാര, ബട്ടിൻഡ തുടങ്ങിയ മേഖലകളിലും പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ബട്ടിൻഡയിലും നൌഷാരയിലും പാകിസ്ഥാന്റെ ഡ്രോണുകൾ സൈന്യം വെടിവെച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാംബ ജില്ലയിലെ ജമ്മുവിലെ തന്നെ സാംബ ജില്ലാ അതിർത്തിയിൽ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം BSF പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതിർത്തി രക്ഷാസേന ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായത് എന്നും കയറാൻ ശ്രമിച്ച ഭീകരരിൽ ഒരാളെ വധിച്ചു എന്നുമാണ് പുറത്തു വരുന്ന വിവരം. അതിൽ അതിർത്തി സുരക്ഷാ സേന അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അവരുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെ ഈ ഒരു വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി 11 മണിക്ക് നടന്ന ഒരു നുഴഞ്ഞുകയറ്റ ശ്രമത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാംബ, അഖ്നൂർ, രജൌരി, റിയാസി എന്നിവിടങ്ങളിലും ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളെ കൃത്യമായി തന്നെ പ്രതിരോധിച്ച് അല്ലെങ്കിൽ ഡ്രോണുകളെ തകർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട്. അതുല്യ രാമചന്ദ്രൻ, പാകിസ്ഥാനിൽ വലിയ പ്രതിസന്ധിയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ്. പാക് പ്രധാനമന്ത്രിയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഷഹബാസ് ഷെരീഫ് രഹസ്യ താവളത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം മുൻ പ്രധാനമന്ത്രി കൂടിയായ ഇമ്രാൻഖാൻ പാകിസ്ഥാനിൽ തടവിലാണ്. ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ട് ഇമ്രാൻഖാൻ അനുഭാവികൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. പാകിസ്ഥാനിലെ സൈനിക മേധാവി എവിടെയാണ് എന്നുള്ള ചോദ്യം ഉയരുന്നു. പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുന്നു എന്നുള്ള നിലയ്ക്കുള്ള റിപ്പോർട്ടുകൾ ഏറ്റവും ഒന്നാമതായിട്ട് വരുന്നു. ഈ ആഭ്യന്തര കലാപം ആക്രമണം അഴിച്ചുവിടുന്നത് ബലൂച്ച് ലിബറേഷൻ ആർമിയാണ്. കൊറ്റ തങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ള രീതിയിൽ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പ്രസ്താവനകൾ വരുന്നു. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. രഹസ്യ താവളത്തിലാണ് ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ ഉള്ളത്. ഇമ്രാൻഖാൻ തടവിൽ കഴിയുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് നിന്ന് ആക്രമണവും പ്രതിരോധവും ഒരേ സമയം സ്വീകരിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ
മുൻ പ്രധാനമന്ത്രിയെ ജയിലിൽ കിടക്കുന്ന അവസ്ഥ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇമ്രാൻഖാനെ തുറന്നുവിടൂ, പാകിസ്ഥാനെ രക്ഷിക്കൂ എന്നുള്ള നിലയ്ക്കുള്ള മുറവിളികൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നും ഉണ്ട്. അതുല്യ രാമേന്ദ്രൻ, ഇതിൽ ഇന്നലെയും രാത്രിയും ഇന്ന് പുലർച്ചെയും ഉണ്ടായിട്ടുള്ള പ്രത്യാക്രമണങ്ങളിൽ ഏത് രീതിയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായത്? അതിനെ ഇന്ത്യ ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കുകയും തിരിച്ച് പാകിസ്ഥാനിലേക്ക് കടന്ന് ആക്രമിക്കുകയും ചെയ്തതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മനേഷ്, പാകിസ്ഥാൻ ഇന്നലെ രാത്രി നടത്തിയ ആക്രമണത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണം. 15ഓളം ജയ്സാൽമീറിലെ വ്യോമതാവളം, അതുപോലെ തന്നെ ഉദ്ധംപൂർ, പത്താൻകോട്ട് തുടങ്ങിയ മേഖലകളിലെ അടക്കം 15ഓളം വരുന്ന സൈനിക താവളങ്ങളെയും തന്ത്രപ്രധാനമായ ഇടങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണം. വരും ദിവസങ്ങളിൽ ഒരു പ്രത്യാക്രമണം ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നേരത്തെ കൂട്ടി തന്നെ ഇത്തരത്തിൽ പ്രത്യേകിച്ചും ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചത്. എന്നാൽ ആ ആക്രമണങ്ങളെയെല്ലാം തന്നെ ഇന്ത്യ കൃത്യമായി പ്രതിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യ തിരിച്ചു നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും ലാഹോറിലും അതുപോലെ തന്നെ കറാച്ചിയിലും സ്ഫോടന ശബ്ദങ്ങൾ ഇന്നലെയും ഉണ്ടായതായാണ് റിപ്പോർട്ടുകളുള്ളത്. ഇസ്ലാമാബാദിലടക്കം ഇന്നലെ ഇന്ത്യൻ ഡ്രോണുകൾ എത്തി എന്ന റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഇസ്ലാമാബാദിന് മുകളിൽ ഇന്ത്യൻ നിർമ്മിത ഡ്രോണുകൾ പറക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ കറാച്ചിയിലും ലാഹോറിലും ഷെല്ലിങ്ങും അതുപോലെ തന്നെ ഇന്ത്യയുടെ വ്യോമാക്രമണവും ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കറാച്ചി തുറമുഖത്തു നിന്ന് സ്ഫോടന ശബ്ദം കേൾക്കുകയും കറാച്ചി തുറമുഖത്ത് തീനാളങ്ങൾ അല്ലെങ്കിൽ തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുകയും ചെയ്തു എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ട്. INS വിക്രാന്ത് അടക്കമുള്ള വിമാനവാഹിനി കപ്പലുകളും യുദ്ധക്കപ്പലുകളും അടക്കം ഉള്ള ഒരു ഫ്ലീറ്റ് അല്ലെങ്കിൽ ഒരു സൈനിക വിന്യാസമാണ് അറബിക്കടലിൽ നാവികസേന വിന്യസിച്ചിരിക്കുന്നത്. ഇത് കറാച്ചി തുറമുഖത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ചരക്ക് നീക്കം നടക്കുന്ന തന്ത്രപ്രധാനമായ വ്യാവസായിക സാമ്പത്തിക മേഖലകളെ സ്വാധീനിക്കുന്ന ഒരു തുറമുഖം എന്നതിൽ ഉപരിയായി ഒരു പോർമുഖം തുറക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു അനിവാര്യതയിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോർമുഖങ്ങളിൽ ഒന്നായി മാറാൻ സാധ്യതയുള്ളതാണ് ഈ കറാച്ചി തുറമുഖം. അതുകൊണ്ട് തന്നെ കറാച്ചി തുറമുഖത്തിൻ്റെ നേരെ ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ഇപ്പോൾ അറബിക്കടലിലെ ഈ നാവികസേനയുടെ ഈ ഒരു സൈനിക വിന്യാസം എന്ന് തന്നെ വേണം കരുതാൻ. അതോടൊപ്പം തന്നെ മറ്റ് വ്യോമസേനയും കരസേനയും ഇത്തരത്തിൽ സർവ്വസജ്ജമാണ് എന്നുള്ളതാണ്. നിലവിൽ വ്യോമാക്രമണമാണ് പ്രധാനമായും നടക്കുന്നത്. കരസേനയുടെ ആക്രമണത്തിലേക്ക് വന്നിട്ടില്ല. ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹാർപ്പ് ഡ്രോണുകളും ഹാരപ്പോ ഇസ്രായേൽ നിർമ്മിത ഡ്രോണുകളും അതുപോലെ തന്നെ കാമിക്കാസി ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. ലക്ഷ്യത്തോടടുത്ത് എത്താറാകുമ്പോൾ റഡാർ പൊട്ടിത്തെറിച്ച ക്രൂയിസ് മിസൈലുകളായി മാറുന്ന ഹരാപ്പോ മിസൈലുകളാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഉപയോഗിച്ചത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണ ശ്രമങ്ങളെയെല്ലാം തന്നെ കൃത്യമായി തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വീടിനടുത്ത് സ്ഫോടനമുണ്ടായ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ രഹസ്യ താവളത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ രഹസ്യ താവളത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാനിലെ സൈനിക മേധാവിയെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. ഒമർ അബ്ദുള്ള ഇപ്പോൾ ജമ്മുവിലേക്ക് തിരിച്ചിരിക്കുന്നു. സ്വന്തം മണ്ണിൽ തന്നെ ഉണ്ടായ തിരിച്ചടി എന്നുള്ള നിലയ്ക്കാണ് ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി ആ സംഘടനയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യഘട്ടം അതിനുശേഷം ഒരു തരത്തിൽ കൃത്യമായ സംയമനം പാലിക്കുകയായിരുന്നു ഇന്ത്യ. ആ ഇന്ത്യക്ക് നേരെ തുടർച്ചയായിട്ടുള്ള പ്രകോപനം സൃഷ്ടിച്ച പാകിസ്ഥാന് അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ നൽകുന്നു എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോഴത്തെ
സൈനിക ആക്രമണങ്ങളെ പൊതുവെ വിലയിരുത്തുന്നത്. തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദ്, ലാഹോർ, പെഷാവർ, കറാച്ചി, സിയാൽകോട്ട് ഇങ്ങനെ 12 ഇടങ്ങളിലാണ് ഇന്ത്യ കനത്ത ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ ജമ്മുവിൽ പാകിസ്ഥാന്റെ പ്രകോപനത്തെ തുടർന്ന് തുടർച്ചയായിട്ട് അപായ മണിമുഴക്കം വേണ്ടി വന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. പൂർണ്ണമായും ഇരുട്ടിൽ ആഴ്ത്തിക്കൊണ്ട് എല്ലാ വെളിച്ചങ്ങളും കെടുത്തിക്കൊണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ പ്രവർത്തിപ്പിച്ചു കൃത്യമായിട്ട്. അതിൻ്റെ ഫലമായിട്ട് പാകിസ്ഥാന്റെ ഡ്രോണുകൾ തകർക്കാൻ കഴിഞ്ഞു. ഒരേ ഒരു ദുരന്തകരമായ സംഭവം ഉണ്ടായിട്ടുള്ളത് ഉറിയിൽ പാകിസ്ഥാന്റെ വെടിവെപ്പിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടുവെന്നുള്ള റിപ്പോർട്ടാണ്. ഒരാൾക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയം രാവിലെ വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നുണ്ടല്ലോ അതുല്യ, അത് വിദേശകാര്യ മന്ത്രാലയം മാത്രമാണോ മറ്റ് വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുന്ന സംയുക്ത വാർത്താ സമ്മേളനമാണോ? ബനേഷ്, നിലവിൽ ഇന്നലെ രാത്രി തൊട്ട് തന്നെ നിർണായകമായ 3 യോഗങ്ങളാണ് നടന്നിരിക്കുന്നത്. ആ യോഗങ്ങളുടെ വിശദാംശങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത്. പ്രതിരോധ മന്ത്രാലയവും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയവും സംയുക്തമായാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഇരു മന്ത്രാലയങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്നലെ രാത്രി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അതിർത്തി രക്ഷാസേനകളുടെ മേധാവിമാരുമായി അതിർത്തി രക്ഷാസേനയെ ഏത് തരത്തിൽ വിന്യസിക്കണം എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി രാത്രി പാകിസ്ഥാൻ 8 മണിക്ക് ആക്രമണം ആരംഭിച്ചതിന് ശേഷം യോഗം ചേർന്നിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിവിധ സേനാ മേധാവികളുമായി, കരസേന, വ്യോമസേന, നാവികസേന മേധാവികളുമായും സംയുക്ത കരസേനാ മേധാവിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ, തുടർ നീക്കങ്ങൾ എങ്ങനെ ഉണ്ടായിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള തീരുമാനങ്ങൾ ഇന്നലത്തെ ചർച്ചയിൽ ഉണ്ടായോ, ഇതെല്ലാം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തുന്നത്. ഇരു മന്ത്രാലയങ്ങളുടെയും പ്രതിനിധികളാണ് പങ്കെടുക്കുക. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് വിദേശകാര്യ സെക്രട്ടറിയോ അല്ലെങ്കിൽ വക്താവോ പങ്കെടുക്കും. അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും കരസേനാ മേധാവിമാരോ വിവിധ സേനാ മേധാവിമാരോ അതല്ലെങ്കിൽ അവർ നിയോഗിക്കുന്ന വിവിധ സേനകളുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരോ ആയിരിക്കും പങ്കെടുക്കുക. ബനേഷ്.